السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد شفيع المذنبين وعلى آله وصحبه الفائزين. أما بعد فإن خير الكلام كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഏറ്റവും ബഹുമാനമുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, സഹോദരന്മാരെ, ആചാരങ്ങളും അടിസ്ഥാനങ്ങളും എന്ന വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത്. ആചാരങ്ങളും അടിസ്ഥാനങ്ങളും എന്ന് പറയുമ്പോൾ തന്നെ ഖിയാമത്ത് നാൾ വരെ പറയാൻ പറ്റുന്ന, എന്നാൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്ത വിഷയമാണ് എന്ന് നമുക്കറിയാം. ഇവിടെ എനിക്ക് നമ്മുടെ പ്രവർത്തകരോട് പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്, നാം ദീനിൻ്റെ കാര്യങ്ങൾ ചിലതൊക്കെ കേൾക്കുകയും അറിയുകയും അതിൻ്റെ തെളിവുകൾ, അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ നാം കണ്ടത് മാത്രമാണ് പൂർണ്ണമായും ശരിയായിട്ടുള്ളത് എന്നോ, ശരിയുടെ നല്ലൊരംശം നാം കണ്ടിട്ടുണ്ട് എന്നോ, നാം കാണാത്തതൊന്നും ഇല്ല എന്നോ വിശ്വസിക്കാൻ നമുക്ക് പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതും അവർ ചെയ്തതുമെല്ലാം പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് നാം വിശ്വസിച്ചിരിക്കണം. ചിലത് കീലയായിരിക്കാം, ചിലത് കാലയായിരിക്കാം. എല്ലാ കീലക്കും കാലയേക്കാളോ എല്ലാ കാലക്കും കീലയേക്കാളോ പ്രസക്തിയുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു. അവരെ കണ്ടവർ അവരിൽ നിന്ന് പലതും മനസ്സിലാക്കി. ആ കണ്ടവരിൽ നിന്ന് പിന്നീടുള്ളവർ മനസ്സിലാക്കി. അങ്ങനെ കീഴ്വഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മുസ്ലിം ലോകത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓരോ ഗ്രാമങ്ങളിലെയും പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും രൂപം കൊണ്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീനൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ് എന്ന് പറഞ്ഞത് പ്രകാരം ഖിയാമത്ത് നാൾ വരെ തുടർന്നു പോരുന്ന കീഴ്വഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർവികർ എഴുതിയതും പറഞ്ഞതും അംഗീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പാർട്ടിയാണ്. ഗ്രന്ഥങ്ങളിൽ കാണുന്ന ആരെങ്കിലും എഴുതിയ വരികൾ മാത്രമല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണം. അവർ എഴുതിയിട്ടില്ലായിരുന്നു
എങ്കിൽ എന്ത് സംഭവിക്കും? ഇന്ന് ലോകത്ത് 10,000-കണക്കുള്ള ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ, ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ, ഫിഖ്, ചരിത്രം, ഇങ്ങനെ പലതും. ഇതിൽ പല ഗ്രന്ഥങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടിയില്ല എങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ നഷ്ടപ്പെടുമോ? എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾക്ക് വിലയില്ലാതെ പോകുമോ? നമുക്ക് കിട്ടിയത് കിട്ടി, കിട്ടാത്തത് കിട്ടണം. അതിന് നാം ശ്രമിക്കണം, പഠിക്കണം. പഠിച്ചതെല്ലാം മറക്കുകയും ചെയ്യും, പുതിയതൊന്നും പഠിക്കുന്നതുമല്ല. ഈ അവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസവും ആചാരവും കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നാം കണ്ടിട്ടുണ്ടല്ലോ കിതാബുകളിൽ പലതും പറയുമ്പോൾ നമ്മുടെ ഫുഖഹാക്കളും മുഹദ്ദിസുകളും എല്ലാം പറയുന്നത് കാണാം. വൽ അമലു അലാ ദാലിക്. ഒരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസിൽ നിന്ന് പ്രത്യക്ഷമായി മനസ്സിലാക്കുന്ന കാര്യം ഒരു പക്ഷേ ഇന്ന് അതാകില്ല പ്രവർത്തന രംഗത്തുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു? മുമ്പുള്ളവർ ഈ ഹദീസൊന്നും കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കബറുകൾ കെട്ടിപ്പൊക്കുക, അതുപോലെ കബറിന്റെ മുകളിൽ എഴുതുക, ഇത് പാടില്ലെന്ന് വരുത്തുന്ന ഹദീസ് ഉദ്ധരിച്ച ശേഷം മഹാനായ ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ പറയുന്നു, ലോക മുസ്ലിങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് ലോകത്തിന്റെ എല്ലാ അതിരുകളിലും അതിനിടക്കുമെല്ലാം മുസ്ലിങ്ങൾ അത് മഹാത്മാക്കളുടെ കബറുകളിൽ അവരെ പരിചയപ്പെടുത്താൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ പിന്നെ ഈ പറഞ്ഞത് അതിനനുസൃതമായി മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിനർത്ഥം. ഈ ഹദീസ് തള്ളണമെന്നല്ല. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇബ്നുൽ ഖയ്യിം തൽഖീനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം നേരെ തൽഖീനെ കുറിച്ചല്ല പറഞ്ഞത്. മരിച്ചവർ കേൾക്കും, ജീവിച്ചിരിക്കുന്നവർ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, മരിച്ചവർ കേൾക്കും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അവർക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുകയാണ്, ഈ തൽഖീൻ ലോക മുസ്ലിങ്ങൾ ഇന്ന് വരെ അംഗീകരിച്ചു പോകുന്നതാണ്. ഖലഫൻ അൻ സലഫായി അദ്ദേഹം പറയുകയാണ്. അപ്പൊ മുസ്ലിങ്ങൾ ചെയ്തു പോരുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ്. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. അല്ലാഹുവേയും റസൂലിനെയും വഴിപ്പെടുന്നവൻ, അല്ലാഹുവേയും റസൂലിനെയും വഴിപ്പെടുന്നവൻ, അല്ലാഹുവെ ഇബാദത്ത് ചെയ്യുന്നു, പ്രവാചകനായി അംഗീകരിച്ച് അവിടുത്തെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു, ഇങ്ങനെ അല്ലാഹുവേയും റസൂലിനെയും വഴിപ്പെടുന്നവൻ എന്തു ചെയ്യണം? അല്ലാഹുവിനെ കാണുന്നില്ല, അവൻ കേൾക്കുന്നില്ല, പ്രവാചകന് കിട്ടിയില്ല, അല്ലാഹുവും പ്രവാചകനും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ കൂടെ ആയിരിക്കണം അവൻ. ഇവരിൽ ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നവരുണ്ടാകും. ചിലർ വഫാത്തായാൽ വേറെ ചിലരുണ്ടാകും. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നവൻ അള്ളാഹുവേയും റസൂലിനെയും ആരാധിക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രവാചകനെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമല്ലോ. എങ്കിൽ അവർ ഈ പറഞ്ഞ വിഭാഗത്തെ അംഗീകരിച്ചു കൊള്ളണം, അവരുടെ കൂടെയായിരിക്കണം. അവരുടെ കൂടെയാവുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ശാരീരികമായി അവരുടെ കൂടെയാവുക എന്നാണോ? കഴിയില്ല. എല്ലാവരെയും കേൾക്കാൻ കഴിയുമോ? കേൾക്കാനും കഴിയില്ല. എല്ലാവരെയും കാണാനും കഴിയില്ല. എല്ലാവരുമായും ശാരീരികമായി ബന്ധപ്പെടാനും കഴിയില്ല. ആരെയാണോ ആ വകുപ്പിൽ ലഭിക്കുന്നത്, ആർക്കാണോ തുടർച്ചയുള്ളത്, ആർക്കാണോ കീഴ്വഴക്കമുള്ളത്, അവരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അത് അവരുടെ ജീവിതചര്യയാകാം, അവരുടെ കീഴ്വഴക്കമാകാം, അവരുടെ വാക്കുകളാകാം, അവരുടെ പ്രവൃത്തികളാകാം. ഇതാണ് അഹ്ലുസുന്ന വൽ വാഹിദ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. ചില ആളുകൾ
ആളുകൾക്ക് എല്ലാവരെയും ലഭിക്കില്ല. അപ്പോൾ ഈ പിന്തുടർച്ചയുള്ള ഒരാളെ ലഭിക്കാം. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബന്ധാവാൻ പാശവാൻ. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. അല്ലാഹ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു, വിശ്വാസികളും വിശ്വാസിനികളും ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവരിൽ ചിലർ ചിലരുടെ സഹായികളാണ്, വലിയകളാണ്. എല്ലാവരുടെയും വലിയകളാണെന്നല്ല, എല്ലാവരും ഒരാളുടെ വലിയും എന്നല്ല, ഒരാൾക്ക് എല്ലാവരുടെയും വലിയാകാനുള്ള ആളുകളുണ്ട് എന്നുമല്ല. ചിലർക്ക് ഷാഫിക്ക് ഷാഫിയായിരിക്കും, ഹനഫിക്ക് ഹനഫിയായിരിക്കും, ഖാദിരിക്ക് ഖാദിരിയായിരിക്കും, ചിശ്തിക്ക് ചിശ്തിയായിരിക്കും. ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നല്ല കാര്യം കൽപ്പിക്കുന്നു, തെറ്റ് വിരോധിക്കുന്നു. ഇതാണ് ഈ തുടർച്ച. ഈ തുടർച്ചയുടെ ആശയമാണ് നാം സാധാരണ പറയുന്ന കീഴ്വഴക്കം എന്നൊക്കെ പറയുന്നത്. ആചാരം എന്ന് പറഞ്ഞാലും അത് തന്നെ. ആചാരം എന്നാൽ ആചരിച്ചു പോരുന്നത്. കീഴ്വഴക്കം, ഒരു ഗ്രാമത്തിനൊരു കീഴ്വഴക്കം ഉണ്ടാവും, ഒരു ദേശത്തിനുണ്ടാവും, ഒരു പ്രസ്ഥാനത്തിനുണ്ടാവും, മതത്തിനുണ്ടാവും. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം വത്തബി സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മടങ്ങിയവർ. അനാബ നൗബത്തിൽ നിന്നാണ് നമുക്കറിയാം. നൗബത്ത് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ഓരോ വിഭാഗങ്ങൾ ഉണ്ടാവും, ആളുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഉസ്താദ്മാർ ദുആ ചെയ്യുന്നത് നാം കേട്ടിട്ടുണ്ട്. വലാ സാഹിബി ഹാദി നൗബ വത്തബി സബീല മൻ അനാബ ഇലയ്യ. അവരാ റൂട്ടിൽ വരുന്നവരാണ്. അത് കീഴ്വഴക്കമാണ്. അവരെ അംഗീകരിക്കുക. അവരെന്തു പറഞ്ഞോ, അവരെന്ത് എഴുതിയോ, അവരെന്ത് കൽപ്പിച്ചോ അത് അംഗീകരിക്കുക. ഇവർക്കാണ് തുടർച്ച. ആ തുടർച്ച നഷ്ടപ്പെട്ടവരെ അംഗീകരിച്ചുകൂടാ, ഏത് പേരിൽ അറിയപ്പെട്ടാലും ശരി. ഇവിടെ നാം മനസ്സിലാക്കണം, ഈ നിലക്ക് നാം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉൾക്കൊള്ളണം. ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊരാചാരത്തിനും അടിസ്ഥാനപരമായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. ഏതാചാരത്തിനും അതിന് അടിസ്ഥാനപരമായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. ആ വിശ്വാസമാണ് ഈ ആചാരത്തിന് അടിത്തറയായിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ നെഹ്സിനെ കുറിച്ച് പറഞ്ഞു നാം കേട്ടല്ലോ. അതുപോലെ ഒരുപാട് ഹദീസുകൾ, ജീവിത രംഗത്ത് നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൽ ചിലതൊക്കെ ഖീല എന്ന് പറഞ്ഞായിരിക്കും നാം കാണുന്നത്. ആ ഹദീസ് ലൈഫാണ്, അല്ലെങ്കിൽ അത് വൈർ ഹസനാൻ, അല്ലെങ്കിൽ അത് മൗദൂആണ് എന്നൊക്കെ പറഞ്ഞു മുൻകാല പണ്ഡിതന്മാർ ചിലർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതികമായ പ്രയോഗങ്ങളാണ്. സ്വഹീഹ്, ലൈഫ് എന്നൊക്കെ പറയുന്നത് സാങ്കേതികമായ പ്രയോഗങ്ങളാണ്. അതേ സമയത്ത് ജീവിത രംഗത്ത് അത് ഉപയോഗപ്പെടുത്താൻ മഹാന്മാരായ പണ്ഡിതന്മാർ വ്യക്തമായ രേഖകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാൻ കൂടുതൽ ആചാരങ്ങളിലേക്ക് കടക്കുന്നില്ല. എല്ലാ ആചാരങ്ങൾക്കും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഖീല, സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ നാം ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അത് ഹദീസ് സഹീഹല്ല, അത് ലൈഫാണ്, അത് ഖീലയാണ്, അത് വാറോലയാണ്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കണം, എന്താണ് ഇസ്ലാം മതത്തിന്റെ അധ്യാപനം. പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു? ഖുർആൻ പറഞ്ഞു നാം കണ്ടല്ലോ. ഖുർആൻ പറഞ്ഞത് ഏതാണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കീഴ്വഴക്കത്തെ അംഗീകരിക്കുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ മുഹദ്ദിസുകൾക്ക്, നമ്മുടെ വ്യാഖ്യാതാക്കൾക്ക് അതെല്ലാമാണ് പ്രമാണം. അവർ വെറുതെ പറഞ്ഞു വെച്ചതല്ല. ഫളായിലുൽ അമാലിൽ ലൈഫ് കൊണ്ട് അമൽ ചെയ്യാം എന്ന് പറഞ്ഞെങ്കിൽ അത് ലൈഫ് ഏതായാലും അമൽ ചെയ്യാം. പക്ഷെ ചിലത് ആ ഹദീസ് കൊണ്ടാണ് അമൽ ചെയ്യുന്നത് എന്ന് വിചാരിക്കാൻ പറ്റില്ല. അത്ര കണ്ട് ചിലപ്പോൾ തെളിവ് അത്ര കണ്ട് അത് സാധു അല്ലാത്തതുകൊണ്ടാകാം. ഏതായാലും അമൽ ചെയ്യാം. മുജ്മഉൻ അലൈഹി, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ അംഗീകൃതമായി ഏകകണ്ഠമായി പറഞ്ഞ കാര്യമാണ് ലൈഫ് കൊണ്ട് അമൽ ചെയ്യാം. പക്ഷേ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നിടത്ത് അത് പറ്റില്ല.
ചെയ്യാൻ യാതൊരു കുഴപ്പവുമില്ല. ലോകത്തെ മുസ്ലിങ്ങൾ പ്രവാചകൻ മുതൽക്ക് ഇന്ന് വരെയുള്ള മുസ്ലിങ്ങളുടെ ചര്യ പരിശോധിച്ചാൽ അവർ ആ നിലയ്ക്ക് അമൽ ചെയ്തു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉഖ്ബത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാ, ഷഹാദത്തുൽ മുർദിയ എന്ന അധ്യായത്തിൽ റളായിന്റെ ബാബിൽ നമുക്ക് കാണാം. ബുഖാരി വിവിധ പരമ്പരകളിലൂടെ ഉദ്ധരിച്ച ഹദീസാണ്. ഉഖ്ബത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു തആല വിവാഹം ചെയ്തു. അബൂ ഇഹാബ് ഗോത്രത്തിൽ നിന്ന് അബൂ ഇഹാബ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകളെയാണ് കല്യാണം ചെയ്തത്. അങ്ങനെ കല്യാണം ചെയ്ത് വീട്ടിൽ കൂടാനായപ്പോൾ ഒരു കറുത്ത അടിമ സ്ത്രീ വരുന്നു. ആ സ്ത്രീ ഇവരുടെ വീട്ടിൽ വന്ന്, ഉഖ്ബത്തിന്റെ വീട്ടിൽ വന്ന് സംഭാവന ചോദിച്ചു. സംഭാവന കൊടുത്തില്ല. അപ്പോൾ പറഞ്ഞു, നീ വിവാഹം ചെയ്ത ആ സ്ത്രീക്കും നിനക്കും ഞാൻ മുല തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഉമ്മയാണ്, ഒന്ന് സംഭാവന തരണമെന്ന് പറഞ്ഞു. അവർ കൊടുത്തില്ല. പക്ഷേ വിവാഹം ചെയ്യുന്ന സ്ത്രീക്കും ഈ പുരുഷനും ഒരേ സ്ത്രീ മുല കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നമായി. വീട്ടിൽ കൂടാൻ നേരത്താണ് പ്രശ്നം. അങ്ങനെ ഉഖ്ബത്ത് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, നീ അങ്ങനെ എനിക്ക് മുല തന്നിട്ടില്ല. അദ്ദേഹത്തിന് കുടുംബക്കാരും പറഞ്ഞു, ഇല്ല തന്നിട്ടില്ല. ഇനി വിവാഹം ചെയ്യപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ കുടുംബക്കാരുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്കും പറഞ്ഞുകൂടാ, ഈ സ്ത്രീ അങ്ങനെ ഞങ്ങളുടെ മകൾക്ക് മുല തന്നു എന്നതിന് ഒരു തെളിവുമില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ അറിയുന്നില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ മദീനത്തേക്ക് ചെന്ന് നബിയെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചു. നബിയെ, ഇങ്ങനെയാണ് സംഭവം, വഹിയ കാദിബത്തുൻ, അവൾ കള്ളമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം അതിന് മറുപടി പറഞ്ഞില്ല. അത് പോട്ടെ, കാദിബത്തല്ലേ, പോട്ടെ. വീണ്ടും അപ്പുറത്തു കൂടി വന്ന നബിയുടെ മുമ്പിലെത്തി വീണ്ടും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേറെ ഹദീസിൽ, നീ എങ്ങനെ അവളെ വെച്ചു ഉറപ്പിക്കുന്നു? അങ്ങനെ ഒരു തീല സംഭവിച്ചില്ലേ? എന്ന് പറഞ്ഞു, എന്ന് പറഞ്ഞു, വിവിധ ഹദീസുകളാണ്, ഒറ്റ സംഭവമാണ്. ഇതെല്ലാം ബുഖാരിയുടെ റിപ്പോർട്ടാണ്. അങ്ങനെ പറയപ്പെട്ടില്ലേ? ഇവിടെ നാം മനസ്സിലാക്കണം, വിവാഹം ചെയ്യപ്പെട്ട സ്ത്രീയുടെ പേര് അബൂ യഹ്യ എന്നാണ്, സ്ഥാനപ്പേര് ഖനിയ എന്നാണ്. പിന്നെ അതുപോലെ ഉമ്മു യഹ്യ എന്നാണ് കുഞ്ഞത്തലം, ഉമ്മു യഹ്യ. വനിയത്ത് എന്ന ലക്കബലം, സ്വന്തം പേര് സൈനബ്. ഈ മൂന്ന് പേരും വിവാഹം ചെയ്യപ്പെട്ട പെണ്ണിനുള്ളതായി മുഹദ്ദിസുകൾ ഉദ്ധരിക്കുമ്പോൾ ഇവിടെ കടന്നു വന്ന് സംസാരിക്കുന്ന പെണ്ണിന്റെ പേരെന്ത് എന്ന് എവിടെയും റിപ്പോർട്ടില്ല. അമത്തും സൗദ എന്ന റിപ്പോർട്ട് മാത്രമാണ് ഉള്ളത്. റസൂലുള്ളാഹി ആദ്യം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവിടെ വേറൊരു കാര്യം നാം ശ്രദ്ധിക്കണം, അവിടെ വിവാഹം നടന്ന എത്രയോ ചെലവുകൾ സംഭവിച്ചു. പിന്നീട് രണ്ടാമത്തെ വിവാഹമാണ് രണ്ടാളെ സംബന്ധിച്ച് നടക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിരിക്കെ എങ്ങനെ തുടരും? ഇങ്ങനെ പറയപ്പെട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിവാഹമോചനം നടത്തി. അവൾ വേറെ പുരുഷന് വിവാഹിതയായി, ഇദ്ദേഹം വേറെ വിവാഹം ചെയ്തു. ഇവിടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ. മജ്ഹൂലുൽ ഹാലാണെങ്കിൽ റിപ്പോർട്ട് സ്വീകരിക്കാമോ സ്വീകരിക്കാൻ പറ്റില്ല എന്നത് പണ്ഡിതന്മാരുടെ ചർച്ചയാണ്. സ്വീകരിക്കാമെന്ന് പറഞ്ഞവരും അല്ല എന്ന് പറഞ്ഞവരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അമലിന്റെ കാര്യത്തിലോ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തിരിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ഒരു വിഭാഗം മജ്ഹൂലുൽ ഹാലാണെങ്കിൽ വേണ്ട. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈഫ വഖദ് ഖീല എന്ന് പറഞ്ഞു. അവിടെ അത് അംഗീകരിക്കാം, ഖീല അംഗീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ ഏകോപിച്ച് പറയുന്നു, ഫളായിലുൽ അമാലാണെങ്കിൽ യാതൊരു പ്രശ്നവും അതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എങ്ങനെ വെച്ച് വിശദീകരിച്ചാലും ഈ ഹദീസ് അതിന് ചുട്ടാവും. പിന്നെ കാലാകാലങ്ങളിലായി
ഹദീസ് ഉദ്ധരിച്ചവർ എല്ലാവരും മഅ്സൂമുകളല്ല. അവർ ആ റിപ്പോർട്ടർമാർ മഅ്സൂമുകളല്ല എന്ന് നാം വിശ്വസിക്കുന്നു. തെറ്റവരിൽ സംഭവിക്കാം, കളവ് സംഭവിക്കാം. പക്ഷേ ഹദീസ് അവരിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളൊരു സാങ്കേതിക പ്രശ്നമാണ്, നിയമമാണ്. ഈ വിഷയം വെച്ച് നോക്കുമ്പോൾ ലൈഫ് എന്നതിന്റെ പേരിൽ ഉദ്ധരിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ സത്യമാകാം, സഹീഹ് എന്നതിന്റെ പേരിൽ ഉദ്ധരിക്കപ്പെടുന്നത് നഫ്സുൽ അംറിൽ സത്യമാകാം. എന്നാൽ അമലിന്റെ കാര്യത്തിൽ തീലയും അംഗീകരിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. വളരെ വ്യക്തമായി പണ്ഡിതന്മാരെല്ലാം അതിന് അടിവരയിട്ടു. ഇവിടെ നമുക്കറിയാം, ഇമാം മുഅ്താലിയുടെ ഹയ്യ നോക്കിയാൽ, അതുപോലെ മവാഹിബുൽ ലദുന്നിയ നോക്കിയാൽ, മഹാന്മാരായ സൂഫിയാക്കളുടെയും അതുപോലെ ഫുഖഹാക്കളുടെയും മുഹദ്ദിസുകളുടെയും എല്ലാം ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഖീലയിൽ ഒതുങ്ങുന്നതായി കാണാൻ സാധിക്കും. പക്ഷെ അതെല്ലാം ലോകത്ത് നടപ്പുള്ളതാണ്. ചില പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതിനെ സംബന്ധിച്ച് വളരെ അവയപ്പാണ്, സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അത് അഭിപ്രായ വ്യത്യാസത്തിന്റെ പരിധിയിലാണ്. പക്ഷേ അടിസ്ഥാനപരമായി മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞാൽ അത് അമൽ ചെയ്യുന്ന കാര്യത്തിൽ അത് അംഗീകരിക്കാം, അത് അംഗീകരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ. ഈ ഹദീസ് തള്ളി പറയാനോ ഈ ഹദീസിന്റെ ആശയം ഇത് നിഷേധിക്കാനോ സാധ്യമല്ല. മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ, ഹദീസിന്റെ പണ്ഡിതന്മാർ ലൈഫ് കൊണ്ട് അമൽ ചെയ്യാം, അത് മുജ്മഉൻ അലൈഹിയാണ്. ആ ലൈഫ് എത്ര മോശമായിരുന്നാലും ശരി അമൽ ചെയ്യാം. പക്ഷേ സ്വഹീഹായതിന് എതിര് വരാൻ പാടില്ല, അത് വേറെ സംഗതിയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആചാരങ്ങൾ നാം വിലയിരുത്തുമ്പോൾ ഈ ആചാരങ്ങൾ അടിസ്ഥാനപരമായി മുൻഗാമികളായ നമ്മുടെ പണ്ഡിതന്മാർ വിശ്വസിച്ചതാണ്, അവർ ചെയ്തതാണ്, അവർ അംഗീകരിച്ചതാണ്. അത് ഏതെടുത്ത് നോക്കിയാൽ ഇപ്പോ ചില ഹദീസുകൾ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ ആ ഹദീസുകൾ നാം പറയുമ്പോൾ നിഷേധിക്കും. നമ്മുടെ പള്ളികളിൽ, പല പള്ളികളിലും വെള്ളിയാഴ്ച ഖുതുബക്ക് മുമ്പ് വാളെടുക്കുമ്പോൾ, ഖുതുബക്ക് മുമ്പ് വാളെടുക്കുന്നതിന് തെളിവുകളുണ്ട്. അത് വേറെ, ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ചില പള്ളികളിൽ കാണാം അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ട് വറവൽ ബുഖാരി വമുസ്ലിം അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅദൽ ഖതീബു അലൽ മിൻബർ ഫലാ യതകല്ലമൻ അഹദ് വമൻ തകല്ലമ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമുഅത ല ഫസ്മഉ വഅൻസിതു റഹ്മക്കുമുല്ലാഹ്. ഇവിടെ ഇങ്ങനൊരു ഹദീസ് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ടോ? റവൽ ബുഖാരി വ മുസ്ലിം, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅദൽ ഖതീബു അലൽ മിൻബർ ഫലാ യതകല്ലമൻ അഹദ് വമൻ തകല്ലമ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമുഅത ല. ഇത് യാതൊരു അന്തവുമില്ലാത്ത, ഒരു വിവരവുമില്ലാത്ത കുറെ മുസ്ലിംമാര്, കുറെ മൊല്ലാമാര് ഉണ്ടാക്കി തീർത്തതല്ലേ. ഇതിന് എവിടെയാണ് തെളിവ് എന്ന് ചോദിച്ച് വിമർശിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത് തന്നെ വാളെടുക്കുമ്പോൾ പറഞ്ഞു കൊള്ളണം എന്നില്ല. ചില ആളുകളെ രക്ഷപ്പെടാൻ വേണ്ടി റുവിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇദാ സഅദൽ ഖതീബു അലൽ മിൻബർ, റുവിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് വിചാരം. പക്ഷേ റവാന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല, അതുപോലെ റുവിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. റുവിയ എന്ന് പറഞ്ഞതിന് ശക്തിയായ അർത്ഥമാണല്ലോ. റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, ആരാണ് ചോദിക്കേണ്ട പ്രസക്തിയേ ഇല്ല, ആളെ പറയേണ്ട പ്രശ്നമേ ഇല്ല. റുവിയ സംഭവിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരു വലിയ അർത്ഥം അവിടെയുണ്ട്, രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ ഇവിടെ പല മഹല്ലുകളിലും ഇത് തുടർന്ന് വരുന്നു. ഇവിടെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ബുഖാരിയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിമിൽ കാണുമ്പോൾ, ഇന്ന് ബുഖാരിയും മുസ്ലിമും നമുക്ക് കാണാൻ കഴിയുന്ന ഗ്രന്ഥങ്ങളാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാം CD-യിലായിരിക്കും. വമ്പിച്ച അപകടമാണ് ഇവിടെ വരാൻ പോകുന്നത്, വമ്പിച്ച അപകടം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഏതായാലും പടച്ചവനാവിന്റെ ദീനിനെ സംരക്ഷിക്കും. ബുഖാരിയും മുസ്ലിമും നമ്മുടെ മുമ്പിലുണ്ട്, ഈ ഹദീസ് കാണുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം? അവിടെ തള്ളി പറയണോ? അതല്ല നമ്മുടെ വിഷയം, അത് നമ്മുടെ ഭാഗമല്ല. ഒരു വാക്ക് ഒരു മൂമിൻ പറഞ്ഞാൽ ചുരുങ്ങിയത് 70 വിശദീകരണമെങ്കിലും നൽകി അത് ശരിയാണെന്ന് വരുത്താൻ ശ്രമിക്കണം. അല്ലാതെ
നാം തള്ളിപ്പറയാൻ പാടില്ല. ഇങ്ങനെ തള്ളിപ്പറഞ്ഞതാണ് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് വമ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർത്തത്. സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് എന്നല്ല, മുസ്ലിം ലോകത്ത് വമ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർത്തു. പറഞ്ഞവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാദാ റബ്ബി എന്ന് പറഞ്ഞു. ചന്ദ്രനെ നോക്കി സൂര്യനെ നോക്കി ഹാദാ റബ്ബി എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹം കാഫിറ എന്നോ? അതിന്റെ വിശദീകരണം നൽകണം. ആ ഇബ്രാഹിം നബിയുടെ തുടർച്ചയിൽ വന്ന എല്ലാവരുടെ വാക്കിനും അങ്ങനെ വിശദീകരണം നൽകണം. ചുരുങ്ങിയത് 70 വിധത്തിലെങ്കിലും വിശദീകരിക്കാൻ ശ്രമിക്കണം. അവരെ പിഴപ്പിക്കരുത്. അവർ പിഴച്ചവരാണെന്ന് പറയാത്ത വിധത്തിൽ വ്യാഖ്യാനിക്കണം. സത്യവിശ്വാസികൾ ആരാ? അവർക്ക് മറ്റുള്ളവരെ കുറിച്ച് തെറ്റിദ്ധാരണയില്ല. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. പടച്ചവനെ, സത്യവിശ്വാസികളെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഞങ്ങളുടെ ഹൃദയത്തിൽ തരരുത് എന്നാണ് മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന. അവിടെ കൂട്ടമായ പ്രാർത്ഥന എന്ന് അല്ലാഹു തആല പറയുന്നു എങ്കിൽ ഇവിടെ നാം മനസ്സിലാക്കണം, തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. കീല പറഞ്ഞു, ഏയ് അത് ശരിയല്ല, അദ്ദേഹം കുറെ ലൈഫ് പറയുന്ന ആളാണ്, കുറെ ലൈഫ് ചെയ്യുന്ന ആളാണ്, ഇത് പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. അവരെ കുറിച്ച് നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രഥമദൃഷ്ട്യാ നമുക്ക് തിരിയുന്നില്ല എന്നതിന് പേരിൽ അന്നാസു അദാഉമാ ജഹിലു, നമുക്ക് തിരിയുന്നില്ല എന്നതിന് പേരിൽ തള്ളി പറയാൻ പറ്റില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമുക്ക് മുശ്രിക്കാക്കാൻ പറ്റുമോ? അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല, അദ്ദേഹം പടച്ചവനെ പരിശുദ്ധനാക്കി. സുബ്ഹാനക് സുബ്ഹാനക് സുബ്ഹാനക്, പടച്ചവനെ നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു, പടച്ചവനെ ഞാൻ നിന്നെ പരിശുദ്ധനാക്കുന്നു, ഞാൻ നിന്നെ പരിശുദ്ധനാക്കുന്നു എന്ന് പലതവണ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ഇൽഹാം, അല്ല അബൂ യസീദേ, എനിക്ക് എന്താ ഒരു പോരായ്മയുള്ളത്? എന്നെ ഇങ്ങനെ പരിശുദ്ധനാക്കാൻ ഞാൻ എന്ത് ചണ്ടിത്തരാ ചെയ്തത്? ഞാൻ പരിശുദ്ധനാക്കുന്നു, ഞാൻ ശുദ്ധീകരിക്കുന്നു എന്നൊക്കെയല്ലേ, ഞാൻ എന്താ തെറ്റ് ചെയ്തത് എന്ന് അദ്ദേഹത്തിന് ഒരു വിളി കിട്ടിയപ്പോൾ അദ്ദേഹം ശരി, എന്നാലേ എനിക്കാ കുഴപ്പം, സുബ്ഹാനി 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 എന്ന് പറഞ്ഞപ്പോൾ ആർക്കും പറ്റിയതുമില്ല. ഇതാ സംഭവിച്ചത്. അപ്പൊ അതെല്ലാം അവരുടേതായ വിശദീകരണങ്ങൾക്ക് നാം വിട്ടുകൊടുക്കാനെങ്കിലും നാം തയ്യാറാകണം. നാം തള്ളിപ്പറയാൻ പാടില്ല. ഇവിടെ റവൽ ബുഖാരി വ മുസ്ലിം അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, ഖുർആന്റെ ആശയങ്ങൾ അതേ ഭാഷയിലോ അതേ പദങ്ങളിലോ അല്ല നാം ഇവിടെ വിശദീകരിക്കുന്നത്. ഭാഷകൾ മാറി. അതേ ആശയങ്ങൾ അതേ പദങ്ങളിലല്ല നാം ഉപയോഗപ്പെടുത്തുന്നത്. പദങ്ങൾ മാറാം, പക്ഷെ ആശയങ്ങൾ നിലനിർത്തണം. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് ബുഖാരി മുസ്ലിമും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച വളരെ വ്യക്തമായ ഹദീസാണ്. അതിന്റെ ആശയം ഇവിടെയുണ്ടോ എന്നാൽ എന്നതോ എന്നത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. ആര് പറഞ്ഞു? എന്നുള്ളത് അത് റിപ്പോർട്ടിന്റെ ഭാഗം. എന്നാ പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്താണോ? ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒറിജിനൽ പദമല്ല എങ്കിൽ അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചാൽ മതി എന്നത് വളരെ വ്യക്തമായ നിയമമാണ്. അങ്ങനെ പരിഭാഷ ചെയ്യുന്നവൻ അല്ലെങ്കിൽ വിശദീകരിക്കുന്നവൻ, ഭാഷാന്തരം ചെയ്യുന്നവൻ അത് സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. നമുക്കറിയാമല്ലോ, ഖുർആനിൽ പറഞ്ഞു, ജൂതന്മാര് പറഞ്ഞു നസാറാക്കൾ നരകത്തിലാണ്, ഞങ്ങൾ സ്വർഗത്തിലാണ്. നസാറാക്കൾ പറഞ്ഞു ജൂതന്മാര് നരകത്തിലാണ്, ഞങ്ങൾ സ്വർഗത്തിലാണ്. ഇത് രണ്ടും രണ്ടായി പറഞ്ഞതാണ്. പക്ഷേ അല്ലാഹു തആല എന്ത് പറഞ്ഞു? വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. അല്ലേ? വഖാലു, അവർ പറഞ്ഞു എന്ത്? ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. ഇതാരാ പറഞ്ഞത്? അങ്ങനെയല്ലോ പറഞ്ഞത്. അപ്പോ വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ എന്ന് പറഞ്ഞത് ജൂതരും നസാറാക്കളും പറഞ്ഞ കാര്യം
അത് സങ്കലനം ചെയ്ത് രണ്ടിന്റെയും ആശയം ഉൾക്കൊള്ളിച്ചൊരു പ്രയോഗമാണ്. ഇതുപോലെ എത്രയോ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരാളുടെ കൗല് ഉദ്ധരിക്കുമ്പോൾ ഈ ഇടയ്ക്ക് ഒരു പക്ഷേ വേറെ കൗലും വരും. ഇത് കാലത്ത് ഇമ്രാൻ റബ്ബി നീ നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻത സമീഉൽ അലീം വലമ്മാ വലഅതുഹാ ഖാലത് റബ്ബി ഇന്നി വലഅതുഹാ ഉൻസാ വല്ലാഹു അലീമു ബിമാ വലഅതു. ഇത് മറിയമിന്റെ കൗലായും അല്ലാതെയും ഉണ്ടല്ലോ. വലൈസ ദക്റുൽ ഉൻസാ വൈന്നി സമീഅതുഹാ, പിന്നെ വൈന്നി സമീഅതുഹാ അവിടെയാണ് മറിയമിന്റെ കൗല് വരുന്നത്. അപ്പൊ ഒരേ കൗലും മക്കൂലും പറയുന്നതിനിടയ്ക്ക് തന്നെ വേറെ കൗലുകൾ വന്നതിന് ഖുർആനിൽ തെളിവുണ്ടെങ്കിൽ ഹദീസുകൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. ആയതുകൊണ്ട് എന്നതിന്റെ ആശയം തന്നെയാണ് വറവൽ ബുഖാരിയോ മുസ്ലിമും അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആശയം കൊണ്ടുള്ള റിപ്പോർട്ടാണ്. എന്നുള്ള ഇയാൾ പറയുകയാണ്, അതും ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ളവരെല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. പിന്നെ പക്കത്തിൽ അഗൗത്താന്ന് പറഞ്ഞത് നീ വെറുതെ പോയി, നീ വെറുതെ ഇവിടെ വന്നതും നിസ്കരിച്ചതും ഒക്കെ വെറുതെ പോയി. അപ്പൊ ജുമുഅ ഇല്ലാതെ അതിന്റെ ആശയം വരിക. ചുരുക്കി പറഞ്ഞാൽ പൂർവികരായ പണ്ഡിതന്മാർ ചെയ്ത കാര്യങ്ങൾ പരിശോധിച്ചാൽ, ആ പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചാൽ, അവരുദ്ധരിച്ച ഹദീസുകളുടെ കാര്യം പരിശോധിച്ചാൽ അതെല്ലാം വിശദീകരണമുള്ളതാണ്, അതെല്ലാം യാഥാർത്ഥ്യങ്ങളുമായി പൂർണ്ണമായി യോജിക്കുന്നതാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ഹദീസുകളുണ്ട് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞത്. നമ്മുടെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചില ഹദീസുകളുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ അത് ഉദ്ധരിക്കുമ്പോൾ അപ്പുറത്തുള്ളവർ പറയും, അത് സഹിയല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, എവിടെയും കാണാനില്ല. പക്ഷേ അതിന് പ്രമാണം ഉണ്ടായിരിക്കും. നാം അതിന്റെ പ്രമാണം നാം തേടി നടക്കണം. കിട്ടിയത് മതി, ഇതുകൊണ്ട് തന്നെ ഇപ്പൊ ഏതാണ്ട് ജീവിക്കാനൊക്കെ സാധിക്കും എന്ന അവസ്ഥ പറ്റില്ല. കിതാബ് നാം നോക്കണം. എന്നത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ദൈനംദിനം കിതാബ് നോക്കാൻ നാം തയ്യാറാകണം. ഇവിടെ നമുക്കറിയാമല്ലോ, ഇതൊരു ഹദീസാണ് അല്ലേ? നബിയെ താങ്കളില്ലായിരുന്നുവെങ്കിൽ ലോകത്തെ ഞാൻ പടക്കുമായിരുന്നില്ല. ഈ ഹദീസ് ഒരിക്കൽ മുജാഹിദിനെതിരെയുള്ള പ്രസംഗത്തിൽ ഉദ്ധരിക്കും. അപ്പൊ അത് അങ്ങനെ തെളിവിന് ഉദ്ധരിച്ചതല്ല, അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞുപോയി. ഉടനെ അതെവിടെയാണ്? അത് ആരും പറഞ്ഞിട്ടില്ല, വെറുതെ വാഴു പറയുന്ന മുസ്ലിംമാർ പറഞ്ഞുണ്ടാക്കിയതാണ്. നബിദിന പരിപാടികൾ പ്രസംഗിക്കാൻ വേണ്ടി അവർ പ്രത്യേകമായി കണ്ടുപിടിച്ചതാണ് അങ്ങനെ അവിടെ പിന്നെ മുജാഹിദിന് മറുപടി പറയാൻ നമ്മുടെ ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ അവർകളാണ് വന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചേ, ഞാനന്ന് ആ സ്ഥലത്ത് വേള നടക്കുന്ന സ്ഥലത്ത് തുറക്കൽ, കൊണ്ടോട്ടി തുറക്കൽ ഞാൻ മുദരിസാണ്. അവിടെ പരിപാടി നടത്തുകയാണ് സുന്നികളും മുജാഹിദുകളും തമ്മിൽ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതിനെ സംബന്ധിച്ച് ഈ ഇത് എവിടെയാണുള്ളത്? അപ്പോ അദ്ദേഹം പറഞ്ഞു അത് അൽ മൗദൂഅത്തുൽ കുബ്രയിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ മൗദൂഅത്തുൽ കുബ്ര അതിന്റെ ഇപ്പൊ അർത്ഥം പറയുകയാണെങ്കിൽ മഹാപൊള്ളുന്നാണല്ലോ. അങ്ങനെയാണോ? എല്ലടാ ആനക്ക് എന്തു അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നേ മൂപ്പന് പറഞ്ഞേ, പിന്നെ മൗദൂഅത്തുൽ കുബ്രയിലുണ്ട്, അത് നോക്കിയാൽ മതി. മൗദൂ എന്ന് പറഞ്ഞാൽ എണ്ണക്കള്ളവാണി എന്ന് വെച്ചാൽ വളരെ അപകടമല്ലേ? നമ്മുടെ കിതാബുകളിൽ ഓരോ വിഷയങ്ങളും പറയുമ്പോൾ ഇത് എഴുതിയ ആളാരാണ്? ഇന്നാളാണ്. ഇതിന്റെ വിഷയം, ഇതിന്റെ മൗദൂ എന്ന് വെച്ചാൽ ഇതിന്റെ കള്ളത്തരന്നോ? അപ്പോ അതൊക്കെ സാങ്കേതികമായ പ്രയോഗങ്ങളാണ്. അവൽ മൗദൂഅത്തുൽ കുബ്ര എന്ന മഹാപൊള്ളുകളാണ്, ലോക പൊള്ളാണ് എന്ന് അർത്ഥം വെക്കാൻ പറ്റില്ല. ഹദീസുകളുടെ സാങ്കേതികത്വമാണ് അവിടെ വിശദീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഈ കിതാബ് മൗദൂഅത്തുൽ കുബ്ര തെരഞ്ഞ് ഞാൻ കുറെ കാലം നടന്ന്, അതുണ്ട് എന്ന് വിചാരിച്ച പലയിടത്തും പോയി കണ്ടില്ല. ചാലിയത്ത് പോയി, അവിടെയും അത് കണ്ടില്ല. ഈ കിതാബ് നക്കൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ലൈബ്രറികളിൽ എവിടെ പോയാലും ആ കിതാബ് ഇടുന്ന ആരോ ഉണ്ടേക്കുന്ന പറയുന്നത്. പിന്നെ മൗലവിമാരുടെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ്. കാരണം ഭയങ്കര സ്നേഹമാണ് കിതാബിനോട്. അതുകൊണ്ട് കിതാബ് കൊണ്ടായാൽ പിന്നെ അവർ വിടുന്ന പ്രശ്നമില്ല. ഒരു മുസ്ലിയാരും കിതാബ് ചോദിച്ചു വന്നാൽ ഉള്ളത് ഞാൻ കൊടുക്കാറുമില്ല. ആ സംഗതി. അങ്ങനെ മൗദൂഅത്തുൽ കുബ്ര അവസാനം എനിക്ക് ഗൾഫിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അവിടെ.
അങ്ങനെ പേരൊക്കെ നോക്കിയപ്പോൾ മൗദൂഅത്തുൽ കുബ്ര കണ്ടേ. ഞാൻ ഉടനെ അതടക്കമുള്ള ചില കിതാബുകളൊക്കെ കൊണ്ടുപോയി നോക്കി. അപ്പൊ അതിൽ ലാമിന്റെ ഓരോ അക്ഷരങ്ങൾ പറഞ്ഞിട്ടാണ്. അതിൽ ലൗലാക്കലമാ ഖലഖ്തുൽ അഫ്ലാഖ് എന്ന ഹദീത്ത് മുല്ല അലിൽ കാരിയുടെ കിതാബാണ്. അദ്ദേഹം പറയുന്നു ഇത് മഅനാഹു സഹീഹുൻ വലഫ്ളുഹു ലഈഫ്. ഇതിന്റെ ആശയം സഹിയാണ്, ലഫ്ളു ലഈഫാൻ. അൽ അസ്റാറുൽ മർഫൂഅ എന്നൊരു പേരും ആ ഗ്രന്ഥത്തിനുണ്ട്. അപ്പൊ മഅനാഹു സഹീഹ് ലഫ്ളുഹു ലഈഫ്. ഈ ഇതിന്റെ ആശയം ഇപ്പോ ലൗലാക്കലമാ ഖലഖ്തുൽ അഫ്ലാഖ് എന്നാണ് ഇപ്പൊ ഇതിന് ഇവിടെ ഉള്ളത്. നേരെ മറിച്ച് ആദം നബി അലൈഹി ഇസ്ലാമോട് അല്ലാഹു തആല പറഞ്ഞത് ഹദീസിൽ കാണാം, ഹാക്കിം ഉദ്ധരിക്കുന്ന സഹീഹ് ഹദീസിൽ കാണാം ലൗലാ ഉലമാ ഖലഖ്തുക എന്ന് കാണാം. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഉദ്ധരിക്കുന്ന ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം ലൗലാ മുഹമ്മദുൽ ലമാ ഖലഖ്തുൽ ജന്നത വന്നാർ. മുഹമ്മദ് നബി ഇല്ല എങ്കിൽ സ്വർഗവും നരകവും ഞാൻ പടക്കുമായിരുന്നില്ല എന്ന് പറയുന്നത് കാണാം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ലൗലാക്കലമാ ഖലഖ്തുൽ അഫ്ലാഖ് എന്നത് വളരെ ശരിയാണ്. ഇതാണ് നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ഉസ്താദുമാർ പണ്ടേ നമ്മെ പഠിപ്പിച്ചത്. ഇതൊന്നും തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നാം കിതാബ് നോക്കണം. നമ്മുടെ പണ്ഡിതന്മാർ പ്രത്യേകിച്ചും കിതാബുകൾ നോക്കണം. ധാരാളം കിതാബുകളുണ്ട്. ഇനി ഇവിടെ സീഡികളാണ് വരാൻ പോകുന്നത്. ആ സീഡികൾ അതിൽ സൗകര്യമുള്ളത് കയറ്റാം, ഇറക്കാം. കയറിയാലും ഇറങ്ങിയാലും ആരും അറിയില്ല. ഇതാണ് ഈ കിതാബുകളെ പ്രതിനിധീകരിക്കാൻ വരുന്നത്. വമ്പിച്ച അപകടമാണ്. അതുകൊണ്ട് കഴിയുന്നത്ര ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുക. നശിക്കാനായ ഗ്രന്ഥങ്ങൾ കഴിയുന്നത്ര ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സൂക്ഷിക്കുക. ഇങ്ങനെ ഇനി വരുന്നവരും ചെയ്യണമെന്ന് എഴുതി വെക്കുക, വസിയത്ത് ചെയ്യുക. ഇതെല്ലാം ആയാൽ ദീൻ സംരക്ഷിക്കുന്ന ആ കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. നാം അത് ചെയ്തില്ല എങ്കിലും ദീൻ പൊളിയില്ല എന്ന കാര്യം അത് നാം മനസ്സിലാക്കുകയും ചെയ്യുക. പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഇത് അവർ പറഞ്ഞ ഹദീസുകൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ. ഇനി മുൻഗാമികളായ പണ്ഡിതന്മാർ ചെയ്ത കാര്യങ്ങൾ നാം എടുത്ത് പരിശോധിച്ചാൽ എല്ലാ കാര്യങ്ങളും അതിന് വലിയ പ്രാധാന്യം. മരിച്ചെടുത്ത് കറി വെക്കുക എന്നുള്ളൊരു സംഭവമില്ല. മരിച്ചെടുത്ത് കറി വെക്കുക, മരിച്ചെടുത്ത് പറഞ്ഞാൽ ഉൽപ്പല്ല. മരിച്ച വീട്ടിൽ കറി വെക്കുക. മരിച്ച വീട്ടിൽ കറി വെക്കുക എന്ന് പറഞ്ഞാൽ കറി ഓരോ രാജ്യത്തും ഓരോ വിധത്തിലായിരിക്കും കറി. തരിക്കഞ്ഞി എന്നും പറയാം. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസ് പരിശോധിച്ചാൽ ബാബു തൽബീന എന്ന ആ അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും. ബാബു തൽബീന പാലിന്റെ നിറത്തിലായതിന്റെ പേരിൽ അവരുടെ പലഹാരത്തിന് തൽബീന എന്ന് പറയുന്നു. പൊടി കൊണ്ടുണ്ടാക്കുന്നതാണ്. പൊടി തരി കൊണ്ട്, തരിക്കഞ്ഞി, പൊടിക്കഞ്ഞി, കറി, ഇതൊക്കെ അത് തന്നെ. ഈ കറി മരിച്ച വീട്ടിൽ വെക്കുന്നത് നല്ലതാണെന്നും ദുഃഖം അകറ്റാൻ അത് കാരണമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. ആയിഷാബിയുടെ ദിവസമാണ് റസൂലുള്ളാഹ് ബഖീയിൽ പോയിട്ട് പ്രത്യേകമായ പ്രാർത്ഥന നടത്താറുള്ളത്. അങ്ങനെ ഒരു ദിവസം അത് ആ ദിവസം ശഅബാൻ 15 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി പോയി. അപ്പൊ ആയിഷാബി പറയുകയാണ്, റസൂലുള്ളാഹിനെ കണ്ടില്ല. ഫഖ്തു, ഞാൻ കണ്ടില്ല, എന്റെ വിരിപ്പിൽ കണ്ടില്ല. അന്ന് റസൂലുള്ളാഹിന്റെ ആ ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന പ്രത്യേകമായ ദിവസത്തിൽ, ആ പ്രത്യേക സന്തോഷ ദിവസത്തിൽ സഹാബികളെല്ലാം ചീരടി കൊടുത്തയക്കാറുണ്ട്, നബി അത് അംഗീകരിക്കാറുണ്ട് എന്ന് പ്രബലമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഈ ആചാരങ്ങളൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇതൊന്നും നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. വളരെ വ്യക്തമായി ഇതിനെല്ലാം ഒരു അടിത്തറയുണ്ട്. ഇതിനെല്ലാം ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് വിലയിരുത്തേണ്ടത്. ഇപ്പോ ഇമാം ഹാക്കിം പറഞ്ഞല്ലോ ഖബറിന്റെ മുകളിൽ എഴുതുക എന്നുള്ളത്. അത് പാടില്ല എന്നാണ് ഈ ഹദീസിലുള്ളതെങ്കിൽ, അതേ സമയത്ത് മുസ്ലിം ലോകം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, തെക്ക് മുതൽ വടക്ക് വരെ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എന്നതിനർത്ഥം ഈ ഹദീസ് തള്ളി എന്നല്ല. ഈ ഹദീസിന് അതിൻ്റെതായ വ്യാഖ്യാനം നൽകണം. ലോക മുസ്ലിങ്ങളുടെ പ്രവർത്തനത്തിനെതിരിൽ ഒരു ഹദീസും വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഹദീസ് ഉദ്ധരിച്ചത്. അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഖുർആൻ നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് മുസ്ലിം ലോകത്തിന്റെ പ്രവർത്തനത്തിനെതിരായി വിരലനക്കാൻ പാടില്ല. മുസ്ലിം ലോകം മുഴുവനും എങ്ങനെയാണ് എന്ന്. എന്നാൽ
ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ സംസാരിച്ചു മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫയിൽ. അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ലോകം ചെയ്തതെല്ലാം എല്ലാവരും ഒരുപോലെ ചെയ്യണമെന്നല്ല ഈ പറയുന്നത്. അക്കുല്ലിയത്ത് അങ്ങനെ അംഗീകരിച്ചുകൂടാ. അതുകൊണ്ട് എല്ലാവരും ചെയ്തത് കൊണ്ട് ഇത് ഹദീസ് തള്ളണം എന്ന രൂപത്തിൽ വരാൻ പാടില്ല. അങ്ങനെ ചിലർ വിചാരിച്ചു പോകും, അത് പാടില്ല, അക്കുല്ലിയത്ത് പാടില്ല എന്ന അർത്ഥത്തിൽ ഇബ്നു ഹജർ അൽ ഹൈതമി സംസാരിച്ചു. എന്നാൽ അദ്ദേഹവും പിന്നെ അദ്ദേഹത്തിന്റെ തുഹ്ഫയിൽ മഹാത്മാക്കളുടെ കബർ കെട്ടിപ്പിക്കുന്നത് സംബന്ധിച്ചും അവരുടെ കബറിൽ എഴുതുന്നത് സംബന്ധിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. സഹാബി അല്ലെങ്കിൽ മഷ്ഹൂർ വിലായത്തായ വ്യക്തിയാണെങ്കിൽ അവിടെ ചെയ്യാം. അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഷെർവാനി പറയുന്നു, മുസബ്ബലത്തിലാണെങ്കിലും ചെയ്യാമെന്നാണ് ഇതിന്റെ അർത്ഥമെന്ന്. ചുരുക്കി പറഞ്ഞാൽ പണ്ഡിതന്മാർ നിയമപ്രശ്നങ്ങൾ സംസാരിച്ചപ്പോൾ പലതും പലതായി കണ്ടിട്ടുണ്ടെങ്കിൽ ആചാരത്തിന്റെ കാര്യത്തിൽ വളരെ വിശദമായി നാം മനസ്സിലാക്കണം, വളരെ വിശദമായി നാം മനസ്സിലാക്കണം. മുൻഗാമികളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശ്വാസവും ആചാരവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല. കബർ കെട്ടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞാൻ അത് ഒരു വിഷയമായി പറയുകയല്ല. നാം മനസ്സിലാക്കണം, ഓരോ കാലത്തും പ്രധാനപ്പെട്ടവരുണ്ടാവും, ഓരോ കാലത്തും ജനങ്ങൾ അംഗീകരിക്കുന്ന പ്രധാനപ്പെട്ടവരുണ്ടാകും. അവർക്ക് ശേഷം അവരുടെ സ്മരണ ലോകത്തിന്റെ മുമ്പിൽ നിലനിർത്തണം. സാധാരണ കബറുകൾ പോലെ അത് മാന്തിപ്പോയാൽ അപകടമാണ്. അവരെക്കുറിച്ച് അവരിൽ നിന്ന് ലഭിക്കുന്ന ഗുണം ലോകത്തിന് നഷ്ടപ്പെടും. അത് ലോകത്തിന്റെ പൊതുവായ ആവശ്യമാണ്. മുസബ്ബലത്ത് പൊതു ആവശ്യമാണെങ്കിൽ ഇതും ലോകത്തിന്റെ പൊതുവായ ആവശ്യമാണ്. നമുക്കറിയാം, മഹാന്മാരായ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറമാടി. എവിടെ മറമാടി? മറ്റുള്ള മൂമിനീങ്ങളെ മറമാടിയ സ്ഥലത്തല്ല. മറ്റുള്ള മൂമിനീങ്ങൾ ചിലരെ ജന്നത്തുൽ മുഅല്ലയിൽ മക്കത്താണെങ്കിൽ, ബാക്കി സഹാബികളെ ജന്നത്തുൽ മുഅല്ലയിൽ മദീനത്താണ്, പൊതു ഖബർസ്ഥാനിൽ. എന്നാൽ അതേ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറമാടിയത് ആയിഷാ ബിയുടെ വീട്ടിലാണ്. ഇത് പറയുമ്പോൾ ചിലർ വിചാരിക്കും അത് പ്രവാചകന്മാർ എവിടെ മരിച്ചാലും അവിടെ മറമാടണമെന്ന നിയമമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ടായില്ല. ഉമറുൽ ഫാറൂഖ് പിന്നീട് വലിയ ആൾ അവിടെ സിദ്ദീഖുൽ അക്ബറാണ്, അദ്ദേഹത്തെയും അവിടെയാണ് മറമാടിയത്. പിന്നീട് അവിടെ മറമാടിയത് ഉമറുൽ ഫാറൂഖിനെയാണ്. പിന്നെ വഫാത്താകുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്, വ്യക്തമായി മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ കുഴപ്പമുണ്ടായി. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തെ അവിടെ മറമാടാൻ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സ്ഥാനത്ത് മറമാടാൻ ജനങ്ങൾ തയ്യാറായില്ല. വമ്പിച്ച കുഴപ്പങ്ങളായി. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ലോകത്തിന്റെ തീരുമാനം, സഹാബത്തിന്റെ തീരുമാനം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ കാലത്തും വഫാത്തായ മഹാത്മാക്കൾ അവരെ മഹാത്മാക്കളായി നിലനിർത്തണം, ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കെട്ടിപ്പൊന്തിക്കലും എഴുതലുമെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില സ്ഥലത്ത് വലിയ കെട്ടുകൾ ഉണ്ടായിരിക്കാം. അത് സ്വന്തം സ്ഥലത്താണെങ്കിൽ അവിടെ പ്രശ്നം പറയേണ്ടതില്ല. പൊതുസ്ഥലത്താണെങ്കിൽ മാത്രമേ സംബന്ധിച്ചിടത്തോളം സംസാരിക്കേണ്ടുള്ളൂ. അതെല്ലാം പണ്ഡിതന്മാർ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങളും ഇതടക്കമുള്ള കാര്യങ്ങളിലും സുന്നത്ത് ജമാഅത്തിന്റെ ആ കീഴ്വഴക്കം, ലോക മുസ്ലിങ്ങളുടെ കീഴ്വഴക്കം, അവരുടെ പ്രവർത്തനം അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ വഖദ് ഖീല എന്നതിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ ഈ നിങ്ങൾ നോക്കും. റസൂലുള്ള വഖദ് ഖീല എന്ന് പറഞ്ഞ സംഭവം ഏറ്റവും വലിയ ലൈഫായ ഒരു സംഭവമാണ്. ആ ഹദീസ് ലൈഫ് എന്നല്ല, ആ സ്ത്രീ പറഞ്ഞത് ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ലൈഫാണ്. അതിന്റെ പേരിൽ മാത്രം അമൽ ചെയ്യാൻ പറ്റില്ല എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞ ലൈഫ് വളരെ ലൈഫായാൽ അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റില്ല, ഒരു ആമിന്റെ പരിധിയിൽ വന്നാൽ അതനുസരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ ആ നിലക്കുള്ള ഒരു ഹദീസ് സംബന്ധിച്ച് റസൂലുള്ളാഹി അവസാനം തീരുമാനം പറയുന്നുവെങ്കിൽ അത് ഇഹ്തിയാത്തിന്റെ ഭാഗമാണ്, അമലിന്റെ ഭാഗമാണ്, അംഗീകരിക്കാവുന്ന ഭാഗമാണ്. ഇതാണ് ഈ വിഷയങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പൊ മരിച്ച വീട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിച്ച വ്യക്തിക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 തവണ. ഇത് മുസ്ലിം ലോകത്ത് ചെയ്തു പോരുന്ന കാര്യമാണ്. മുസ്ലിം ലോകത്ത് സർവാംഗീകൃതമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ചെയ്തു പോരുന്ന കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ, അതിന്റെ തെളിവ് ചോദ്യം ചെയ്ത് അതിനെ നിഷേധിക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. ലഖ്നിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ മരിച്ചവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. അവിടെ മരണം ഹാജരായവർക്ക് എന്ന് കാണാം. അതെ, മരണം ഹാജരായ മുതൽക്കാണ് ആ സംഗതി ഉള്ളത്.
മരണം ഹാജരായ മുതൽക്കാണ് ആ സംഗതി ഉള്ളത്. എന്നാൽ മരിച്ചവരെ എന്ന അർത്ഥം അവിടെ നശിക്കുമോ? അങ്ങനെയാണെങ്കിൽ വലിയ അപകടമാണല്ലോ. ഇൽബസൂ മിൻ സിയാബിക്കുമുൽ ബയാദ് ഫൈനഹാ മിൻ ഖൈരി സിയാബിക്കും വകഫിനൂ ഫിഹാ മൗതാക്കും. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, മരിച്ചവരെ അതിൽ കഫൻ ചെയ്യുക, അല്ലേ? വകഫിനൂ ഫിഹാ മൗതാക്കും. അപ്പൊ മരണം ഹാജരായവർ അപ്പം തന്നെ കഫൻ ചെയ്യാനോ? അപ്പൊ ഈ ലക്കിനു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മരണം ഹാജരായ മുതൽക്ക്. എന്നാൽ ഇവിടെ തന്നെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ, ഈ ഹദീസിന്റെ മറ്റൊരു രൂപത്തിൽ നബിയോട് സഹാബികൾ ചോദിക്കും, നബിയെ ജീവിച്ചിരിക്കുന്നവർക്ക് ഇതെങ്ങനെ ചൊല്ലിക്കൊടുക്കാൻ പറ്റുമോ? കൈഫലിൽ അഹ്യാ. റസൂലുള്ളാഹി പറഞ്ഞു അജ്വദു വാജിബാൻ. അപ്പോ ലക്കിനു മൗതാക്കും എന്ന് പറഞ്ഞത് ശരിക്കും മരിച്ചവരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, ഇത് ജീവിച്ച മരണം ഹാജരായവർക്കും മരിച്ചവർക്കും ഇതാ ലാ ഇലാഹ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി അതിൻ്റെതായ ആ കീഴ്വഴക്കം നാം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അസാക്കിർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു, ഇമാം സുയൂത്തി തന്റെ ജാമിഉൽ സഗീറിൽ ഉദ്ധരിക്കുന്നു. ആ ജാമിഉൽ സഗീറിന്റെ വ്യാഖ്യാനമായ അൽ ഫൈദുൽ ഖദീർ അൽ ഹാഫിദുൽ മുനാബി ഉദ്ധരിക്കുന്നു. എന്താ ഉദ്ധരിക്കുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അക്സിറു ഫിൽ ജനാദ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനാദ എന്ന് പറഞ്ഞാൽ മയ്യിത്ത് കട്ടിലിൽ വെച്ച സമയത്തുള്ള പേരാണ്. അപ്പൊ മയ്യിത്ത് കട്ടിലായിരിക്കുമ്പോൾ ആ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ഫിൽ ജനാദത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗല് നിങ്ങൾ ഉദ്ധരിക്കണം. അതിങ്ങനെ നിങ്ങൾ അധികം ഉദ്ധരിക്കണം. അക്സിറു, നിങ്ങൾ കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ എത്തുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ഇവിടെ ഹാഫിദുൽ മുനാബി ഫൈദുൽ ഖദീർ പറയുന്നു, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന്റെ പുണ്യം ആ ജനാദക്കും അഥവാ ആ മരിച്ച മനുഷ്യനും അത് ചൊല്ലുന്നവർക്കും അതിന്റെ പ്രതിഫലം പകരമാണ് എന്ന് ഹാഫിദുൽ മുനാബി പറയുന്നുവെങ്കിൽ ഇതെല്ലാം ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ലഖ്നു മൗതാക്കുമെന്ന് മുസ്ലിം ധരിക്കുന്ന ഹദീസാണ്. ഈ ശേഷം പറഞ്ഞത് ജാമിഉ സഗീറിലും മറ്റും വളരെ വ്യക്തമായി പറഞ്ഞ ഹദീസാണ്. സഹാബാക്കളും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതാണ് മുസ്ലിം ലോകം അംഗീകരിച്ചു പോകുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അപ്പോൾ ചെല്ലാം. ഇത് തന്നെ മരിച്ചവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഇർശാദിൽ കാണാമല്ലോ, അതൊരു ചെറിയ ഗ്രന്ഥമാണ്. ചെറിയ ഗ്രന്ഥം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചെറിയ ഗ്രന്ഥങ്ങൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ബൈത്ത്. ഇർശാദിൽ ഉദ്ധരിക്കുന്നത് മഹാനായ മഖ്ദൂം അവർ ഉദ്ധരിക്കുന്നത് ഇമാം യാഫിയിൽ നിന്നാണ്. ഇമാം യാഫി റൗദുർ റയാനിൽ ഉദ്ധരിച്ച സംഭവമാണ് ഇർശാദിൽ ഉദ്ധരിക്കുന്നത്. അബൂ സഈദുൽ ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു എന്ന ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ നാട്ടിൽ ജനങ്ങൾ ഒലിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് അത്ര ബോധ്യപ്പെട്ടിട്ടില്ല. ജനങ്ങൾ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഈ സംശയം ഒന്ന് തീർക്കണം എന്ന ഒരു വിചാരവുമായി അദ്ദേഹം നടക്കുകയായിരുന്നു. അതേ സമയത്ത് അദ്ദേഹത്തിന് ചില ആസാറുകളിൽ നിന്ന് ലഭിച്ചു. എന്ത്? ഒരാൾ 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അത് നരകത്തിൽ നിന്ന് ഫിദയാണ്, അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അബൂ സഈദുൽ ഖുർത്തുബി പറയുന്നു, ഈ അസറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരുപാട് 70,000 തവണകൾ ചൊല്ലി, എനിക്കും എൻ്റെ കുടുംബത്തിനും കുറെ ചൊല്ലി, കുറെ സൂക്ഷിച്ചു വെച്ചു. ഒരു ദിവസം ഈ ചെറുപ്പക്കാരനടക്കമുള്ള ഞങ്ങളെ എല്ലാവരെയും ഒരാൾ സൽക്കരിച്ചു. ആ സൽക്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സന്ദർഭം ആ ചെറുപ്പക്കാരന്റെ ഉമ്മ മരിച്ച സന്ദർഭമാണ്. അദ്ദേഹം പെട്ടെന്ന് ഭയങ്കരമായ ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ എളാപ്പാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ, എളാപ്പായ എന്റെ ഉമ്മതാ നരകത്തിൽ കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭയങ്കരമായ ശബ്ദം, അട്ടഹാസം. ആ അട്ടഹാസം കേൾക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത് ഭയങ്കരമായ ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ തന്നെയാണ് എന്ന്. അപ്പോഴാണ് അബൂ സഈദുൽ ഖുർത്തുബി, ശരി ഹദീസിലുണ്ടല്ലോ ഇങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. ഹദീസ് ശരിയാണ്, അത് ഉദ്ധരിച്ചവർ ശരിയാണ്, അവരാരും കളവ് പറയുന്നവരല്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. ലിക്കുല്ലിംരിഇൻ മാനവ എന്നാണല്ലോ പറഞ്ഞത്. ആ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഇത് കീഴ്വഴക്കമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ചൊല്ലിവെച്ച 70,000-ൽ ഒരു 70,000 ഇത് അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഫിദാ ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് അങ്ങ് തീരുമാനിച്ചു. മനസ്സുകൊണ്ട് അത് നേർച്ച നേർന്നു. ആ നേർച്ച നേർന്ന അതേ നിമിഷത്തിൽ ആ യുവാവ് പറയുന്നു, എന്റെ ഉമ്മ രക്ഷപ്പെട്ടിരിക്കുന്നു, നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇത് സെക്കൻഡുകൾ കൊണ്ടാണ്. ഇത് വെറും മനസ്സുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഇത് ആർക്കും, ഞാൻ ഈ ചൊല്ലിവെച്ചത് ആരും മനസ്സിലാക്കിയിട്ടില്ല, ഇത് ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിവരം ഈ യുവാവിന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണെന്നും പറയാൻ സാധ്യമല്ല എന്ന് അബൂ സഈദുൽ ഖുർത്തുബി പറയുന്നതായി ഇമാം യാഫി റൗദുർ റയാനിൽ ഉദ്ധരിക്കുന്നു. അതാണ് ഈ ഇർശാദിൽ കാണുന്നത്. ഇതെല്ലാം കീഴ്വഴക്കമാണ്.
ലഖ്നൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുപോലെ എത്രയോ ഹദീസുകൾ ഇതിന്റെ പിന്നിലുണ്ടായിരിക്കും. പക്ഷെ നമുക്കത് കിട്ടിയില്ല. അതിന്റെ ഗ്രന്ഥം നമ്മുടെ കയ്യിലില്ല. ഇസ്ലാമിക ലോകത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ, മറ്റ് താർത്താരികളുടെ യുദ്ധമുണ്ടായപ്പോൾ, ജംഗീസ് ഖാൻ അവിടെ വന്നപ്പോൾ ധാരാളം ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ അലുമാറകൾ പൊളിച്ച് പാല വിട്ടാണ് അപ്പുറത്തേക്ക് കടന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെയെല്ലാം ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷേ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. അതെല്ലാം ഓരോ കാലത്തുമുള്ള അനാവിലയ്യ എന്ന ഓരോ കാലത്തുമുള്ള നൗബത്തിന്റെ ആളുകൾ അത് ലോകത്തിന് നൽകി. അതുകൊണ്ട് നിലനിന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, നടന്നു പോകുന്ന കാര്യങ്ങൾ, പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിഷേധിക്കാൻ നമുക്ക് പറ്റില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ 70,000 എന്ന് പറയുമ്പോൾ അത് ചരിത്രപരമായ അല്ലെങ്കിൽ കീഴ്വഴക്കപരമായ ഒരു സംഗതിയാണ്. 70,000 എന്ന എണ്ണം. അതേ സമയത്ത് ചില സൂചനകൾ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ചില സൂചനകൾ. ഇന്നല്ലദീന യുൻഫിഖൂന അംവാലഹും ഫി സബീലില്ലാഹ് കമതലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളായിഫു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ ചെലവഴിക്കുന്നത്,